നമസ്കാരം. പ്രമേഹ രോഗികൾ, രക്തസമ്മർദ്ദമുള്ളവർ, അതുപോലെ തന്നെ വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർ, ഇവരൊക്കെ തന്നെ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ഒരു ആഹാര പദാർത്ഥം തന്നെയാണ് ഓട്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മളുടെ കേരളീയരെ സംബന്ധിച്ചിട്ട് ഓട്സ് എന്ന് പറയുന്നത് ഒരു ദിവസത്തിലത്തെ അതായത് ഏതെങ്കിലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന രീതിയിലോ അല്ലെങ്കിൽ ഡിന്നർ എന്ന രീതിയിലോ ഒരുപാട് പേര് ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ് ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്സിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടും ഓട്സ് കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പ്രമേഹം കുറയുന്നു, കൊളസ്ട്രോൾ കുറയുന്നു, പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് ലോസിന് ഇത് വളരെ നല്ലതാണ് എന്നൊക്കെ പറയുന്ന ഇത് കേട്ടിട്ട് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ടും ഓട്സ് നമ്മളുടെ അതായത് ഏതെങ്കിലും ഒരു മീലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ പക്ഷേ ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴും നമ്മൾ പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗർ പേഷ്യൻസ് വന്നാലും അതുപോലെ കൊളസ്ട്രോൾ അങ്ങനത്തെ പല പ്രശ്നങ്ങളും, ഫാറ്റി ലിവർ ഉള്ളവർ, ഒബിസിറ്റി അങ്ങനെയുള്ളവർ ഒക്കെ നമ്മളുടെ അടുത്ത് വന്ന് പറയുന്ന ഒരു വലിയൊരു കംപ്ലൈൻ്റാണ്. അതായത് ഞങ്ങൾ സ്ഥിരമായിട്ട് ഓട്സ് കഴിക്കുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ടാണ് ഷുഗർ കുറയാത്തത് അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറയാത്തത്, അല്ല വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർ ഒരുപാട് കാലമായി ഞാൻ ഓട്സാണ് കൂടുതലായിട്ട് കഴിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഓട്സ് കഴിച്ചിട്ട് എന്തുകൊണ്ട് അതിൻ്റെ കഴിക്കുന്നതിൻ്റെ ആയിട്ടുള്ള ഒരു ഗുണങ്ങൾ അതിന് കിട്ടുന്നില്ല അല്ലേ, ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ വരുന്നില്ല. നമ്മൾ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഓട്സ് കഴിക്കുന്ന ഒരു ശീലത്തിലോട്ട് ആയി വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതലായിട്ട് നമ്മൾ അതായത് വിദേശത്ത് വർക്ക് ചെയ്യുന്നവരും അവിടെയുള്ളവരും ഒരുപാട് പേര് ഈ ഒരു ഓട്സ് എന്ന രീതി ഒരുപാട് കഴിക്കുന്നുണ്ട്. അതുപോലെ നമ്മളുടെ സാധാരണ നമ്മുടെ വീട്ടിലുള്ളവരും കുട്ടികളെ പോലും നമ്മൾ ശീലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഓട്സ് വളരെ നല്ലതാണ്, ഓട്സ് കഴിപ്പിക്കുന്ന ഒരു ശീലം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പിക്ക് പ്രധാനമായി പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് പേര് ഈ ഒരു ഓട്സ് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഏത് ഓട്സാണ് ഉപയോഗിക്കേണ്ടത്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ അതായത് നമുക്ക് ഓട്സിൻ്റേതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും കിട്ടണമെങ്കിൽ അത് ഏത് ഓട്സാണ് ഉപയോഗിക്കേണ്ടത്. ഓട്സിൽ തന്നെ പല കാറ്റഗറി ഉണ്ട് ഇപ്പോൾ വിപണിയിൽ. അതായത് നമുക്ക് കൂടുതലായിട്ടും ആർക്കും അറിയപ്പെടാത്തതുമായിട്ടുള്ള, അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിവില്ലാത്തതുമായിട്ടുള്ള ഒരു ഓട്സ് എന്ന് പറയുന്നത് സ്റ്റീൽ കട്ട് ഓട്സ് ആണ്. പിന്നെ നമുക്ക് സുലഭമായിട്ട് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് ഇൻസ്റ്റൻറ്റ് ഓട്സ് അല്ലേ. പിന്നെ റോൾഡ് ഓട്സ്, ഫ്ലാക്സ്, ഇതൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ കുറച്ച് കുറവാണ്. അതായത് സാധാ ഷോപ്പുകളിലൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ മാർജിൻ ഫ്രീ മാർക്കറ്റിലോ അതുപോലെ തന്നെ പല ഓൺലൈനായിട്ട് നമുക്ക് മേടിക്കാവുന്നതൊക്കെയാണ് സ്റ്റീൽ കട്ട് ഓട്സൊക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് സ്റ്റീൽ കട്ട് ഓട്സ് ആണ്. അപ്പോൾ ഓട്സിൻ്റേതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് ഓട്സ് നമ്മൾ മേടിക്കേണ്ട ഓട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കേണ്ട ഓട്സ് എന്ന് പറയുന്നത് സ്റ്റീൽ കട്ട് ഓട്സ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടും അതെങ്ങനെ കഴിക്കാം എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ്, എന്താണ് സ്റ്റീൽ കട്ട് ഓട്സ് എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ എന്താണ് സ്റ്റീൽ കട്ട് ഓട്സ്? സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ടുള്ള ഓട്സ്, സാധാ പറയുകയാണെങ്കിൽ മുഴുവനായിട്ട് ഉള്ള ഓട്സിനെയാണ് സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുന്നത്. അതായത് വോൾ ഗ്രെയിൻ ഓട്സ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു ഓട്സ് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വരുന്നതിനെയാണ് സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുന്നത്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുന്നതിന്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് സൂചി ഗോതമ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു സൂചി ഗോതമ്പിൻ്റെ കാണാൻ അതുപോലെ തന്നെ ഇരിക്കും, അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇരിക്കുന്ന ഒന്നാണ് സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വോൾ ഗ്രെയിൻ ഓട്സിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ട് വരുന്ന അതിനെയാണ് നമ്മൾ സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റീൽ കട്ട് ഓട്സിനെ ഉപയോഗിച്ച് കൊണ്ടിട്ട് ഉണ്ടാക്കുന്നതാണ് റോൾഡ് ഓട്സും അതുപോലെ തന്നെ ഫ്ലാക്സും ഒക്കെ തന്നെ. അതായത് ഇത് ഒന്ന് പുഴുങ്ങി അതിനെ ഒന്ന് പരത്തി വരുന്ന മോഡലിലാണ് നമ്മൾ റോൾഡ് ഓട്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് നമ്മൾ കൂടുതൽ കണ്ടിട്ടുണ്ടാവും, ഒരു പരന്ന ഷേപ്പിൽ, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അവിയൽ പോലെയൊക്കെ ഇരിക്കുന്നത്, ചെറിയൊരു പരന്നിട്ട് അതിനെ പുഴുങ്ങിയിട്ട് ഒന്ന് അമർത്തി പ്രസ് ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുക്കുന്ന മോഡലിലാണ് വരുന്നത് റോൾഡ് ഓട്സ് വരുന്നത്. അതുപോലെ ഫ്ലാക്സും അതുപോലെ തന്നെ. അപ്പോൾ ഈ ഒരു നമ്മുടെ സ്റ്റീൽ കട്ട് ഓട്സിൽ നിന്ന് മാറി ഓരോരോ പ്രോസസ്സുകൾ ചെയ്ത് വരുന്ന ഒന്നാണ് നമ്മളുടെ പിന്നെ വിപണികളിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാവുന്ന ഇൻസ്റ്റൻറ്റ് ഓട്സ് എന്ന് പറയുന്നതിൽ ഒരുപാട് ഘടകങ്ങൾ, എല്ലാ ഘടകങ്ങളും മാറ്റി അതിൻ്റെ ഗുണങ്ങളൊക്കെ മാറി പോയതിന് ശേഷം നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട്, നമുക്ക് എല്ലാവർക്കും ഭയങ്കര തിരക്കുള്ളവരാണല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ, എല്ലാവർക്കും ഭയങ്കര ബിസിയാണ്, നമ്മളുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും ജോലിയും കാര്യങ്ങളും തിരക്കും ഒക്കെ ആയിട്ട് ആരും കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ജീവിതശൈലിയായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ സമയങ്ങളിൽ നമ്മളുടെ ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ പല കമ്പനികളും എന്താണ് ഇൻസ്റ്റൻറ്റ് ഓട്സ് എന്ന രീതിയിൽ ഇറക്കാണ്. പക്ഷേ നമുക്കത് എളുപ്പമാണ് ഉണ്ടാക്കാനൊക്കെ തന്നെ, പക്ഷേ ഉണ്ടാക്കിയെടുക്കാവുന്ന എളുപ്പം വിചാരിച്ചിട്ട് പക്ഷേ നമ്മളുടെ ഗുണമൊന്നുമില്ലെങ്കിൽ അതിലൊരു കാര്യമില്ലല്ലോ. നമ്മൾ ഗുണത്തിന് വേണ്ടിയിട്ടാണ് ഓട്സ് കഴിക്കുന്നത്. അപ്പോൾ അത് ഗുണം കിട്ടണമെങ്കിൽ, ഓട്സിൻ്റേതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും കിട്ടണമെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സ് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടും അതിലെന്തൊക്കെയുണ്ട് എന്നൊക്കെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇതിലൂടെ മനസ്സിലാവും. അപ്പോൾ സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുന്നത് കാണാൻ സൂചിഗോതമ്പിനെ പോലെ തന്നെയാണ്. അതുപോലെ തന്നെ സൂചിഗോതമ്പ് നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്ന പോലെ തന്നെ സ്റ്റീൽ കട്ട് ഓട്സ് നമുക്കിതുപോലെ ചവച്ചരച്ച് കഴിക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ അതിനൊരു നട്ടി ഫ്ലേവറും കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റീൽ കട്ട് ഓട്സ് വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ നമുക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യാം, ഡിന്നർ പ്രിപ്പയർ ചെയ്യാം. ഇങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ, പലതരത്തിലുള്ള കോമ്പിനേഷൻ ഫുഡുകൾ എന്ന രീതിയിൽ നമുക്ക് സ്റ്റീൽ കട്ട് ഓട്സ് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഓട്സൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നില്ല, അപ്പോൾ അതിൻ്റെ നല്ല ടേസ്റ്റ് കൂടുതലാണ് അതിനൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റീൽ കട്ട് ഓട്സിന് കുറച്ച് ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടി ഹാർഡാണ്. മറ്റേത് വളരെ സോഫ്റ്റ് ആണല്ലേ, നമ്മൾ വെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിലൊന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുതിരും. പക്ഷേ ഇതുപോലെയല്ല സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുന്നത്, കുറച്ച് ഹാർഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാം. മെയിനായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെയിൻ ഫുഡാണ് അല്ലേ. അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് നമ്മൾ രാവിലെ തന്നെ കഴിക്കേണ്ടത്. ഇതിന് നമുക്ക് സ്റ്റീൽ കട്ട് ഓട്സ് വളരെ നല്ലതാണ് കേട്ടോ. ഇത് നമുക്ക് വളരെ നല്ലതായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. സ്റ്റീൽ കട്ട് ഓട്സ് നമുക്ക് ഉപ്പുമാവ് എന്ന രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട്, അതായത് നമുക്ക് ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്താണ് വെജിറ്റബിൾസ്, പിന്നെ ഗ്രീൻ പീസ് ആഡ് ചെയ്യാം, അതിൽ വെള്ളക്കടല ആഡ് ചെയ്യാം. നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഐറ്റംസ്, കുറച്ച് പ്രോട്ടീൻസും കുറച്ച് വെജിറ്റബിൾസും ഒക്കെ, അതായത് എല്ലാം കൂടി ഫൈബർ റിച്ച് കൂടുതലാണ് ഇതിൽ. അതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ഒക്കെ തന്നെ ഈ ഒറ്റ ഒരു ഫുഡിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ കഴിക്കുന്നതിലൂടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ആഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് എന്ന രീതിയിലൊക്കെ ഉണ്ടാക്കാം. അതുപോലെ ബിരിയാണി വരെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം എന്നതിൽ മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ. പക്ഷേ ഇത് വെച്ചിട്ട് നമുക്ക് പലതും ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇനി ഇതിൻ്റെ ഗുണങ്ങളെ പറ്റി പറയാം. ഇതിലൊരുപാട് ധാരാളമായിട്ട് വൈറ്റമിൻസും മിനറൽസും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ വളരെ വലിയൊരു എമൗണ്ടിൽ തന്നെ, അതായത് ഹൈ റിച്ച് ഓഫ് ഫൈബറാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നല്ല രീതിയിൽ നടക്കാനായിട്ട്, അതായത് ദഹന പ്രക്രിയ നല്ല രീതിയിൽ നടക്കാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലടങ്ങിയിട്ടുള്ള ഫൈബർ കണ്ടൻറ്റ് ഈ ഒരു കൊളസ്ട്രോൾ ലെവലിനെ നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കുന്നു. അതുപോലെ പ്രഷർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയാൻ നല്ലതാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മളുടെ പ്രതിരോധ ശക്തിയും വർദ്ധിപ്പിക്കാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള അയണും അതുപോലെ തന്നെ ബി കോംപ്ലക്സ് പോലെയുള്ള ഘടകങ്ങളും നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളിലോട്ടും എനർജി ലെവൽ കൂട്ടാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള എനർജി ലെവലിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്.